ഞാൻ എൻ്റെ പുസ്തകത്തിൻ്റെ ഘടനയിലേക്കൊന്നും പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഈ ഗ്രന്ഥനിർമ്മാണ കമ്മിറ്റിയോടല്ല. ഗ്രന്ഥത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട പൗലോസ് സാറുണ്ട് ഇവിടെ, ഷാജി സാറുണ്ട് ഇവിടെ, അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ ജോസെറ്റ് മാത്യു സാറ് ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ തീവ്രമായിട്ടുള്ള പ്രവർത്തനം, രാത്രിയും പകലുമുള്ള പ്രവർത്തനം, അതാണ് നമ്മുടെ ഈ പുസ്തകത്തെ നിങ്ങളുടെ അവതരിപ്പിക്കാൻ സാധിച്ചത്. പുസ്തകത്തിൻ്റെ ഘടനയെപ്പറ്റിയൊന്നും എനിക്ക് വിശദമായിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷെ നല്ലൊരു കണ്ടൻറ്റ് അതിലുണ്ട്, അത് യാതൊരു സംശയവുമില്ല. ഒരു പുസ്തകമാകുമ്പം അതിന് പല പല വശങ്ങളുണ്ടാവും. ഏതായാലും ഇവർ ചെയ്ത സേവനം വലിയ സേവനമാണ്, ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഈ ഗ്രന്ഥത്തെയും ഗ്രന്ഥത്തിൻ്റെ നിർമ്മാതാക്കളെയും ഒരിക്കലും മറക്കുകയില്ല. അതുപോലെ നമ്മുടെ ജോസെറ്റ് മാത്യു സാറ്, അതുപോലെ ഈ സാബു ജേക്കബ്, പിന്നെ നമ്മുടെ മുക്തിശ്രീയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, ഇപ്പോൾ ഷിനോയുടെ നേതൃത്വത്തിൽ, എൽസിയുടെ നേതൃത്വത്തിൽ എല്ലാവരും നേതാക്കന്മാരാണ്. ഇതൊരു വലിയ സംഭവമാണ് ഈ സ്നേഹക്കൂട്ടായ്മയ്ക്ക്. ഇപ്പം സ്നേഹക്കൂട്ടായ്മയാണ് ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത്. ഞാൻ ഇന്നാണിപ്പം വായിച്ചു നോക്കിയപ്പോഴാണ് സ്നേഹക്കൂട്ടായ്മയുടെ കോളം കണ്ട്. ഞാനിപ്പോൾ എൻ്റെ അടുത്തിരുന്ന ചോദിക്കുകയാണ്, ഇതിനൊരു ഫ്രണ്ടിലെ ബാക്ക് പേജിലാണ് സാർ ഇതെല്ലാം കാണുന്നതേ, അവിടെയൊന്നും ഇതൊന്നും കാണുന്നൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് പാമ്പ്ലാനി പിതാവിന് കണ്ടെടുത്ത് ഇതിൻ്റെ വില ആരാണ് ചോദിച്ചോ പറഞ്ഞു 150 രൂപ എന്ന് പുള്ളി വിളിച്ചു പറഞ്ഞു. ഞാൻ വിചാരിച്ചത് എങ്ങനെ പാമ്പ്ലാനി പിതാവിൻ്റെ വിലയൊക്കെ അറിഞ്ഞത്. പുസ്തകത്തിൽ ഞാൻ നോക്കിയിട്ട് എങ്ങും കണ്ടില്ല. ഇപ്പം വേറെ ആളൊന്ന് കാണിച്ചു തന്ന് ചെറിയ ഈ കിടക്കുന്ന എല്ലാം ഉണ്ട്. സ്നേഹക്കൂട്ടായ്മയാണ് ഇതിൻ്റെ ഒരു ഉൽപ്പന്നം പുറത്തിറക്കിയിരിക്കുന്നത്. അതിന് 180 രൂപ കൊടുക്കണം ഇതെല്ലാം എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ പറയാം, എന്താണേലും പെട്ടെന്ന് നോക്കുന്ന പേജിൽ ഇത് കാണുകയില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു നല്ല കാര്യം ചെയ്തു എന്നുള്ള സംതൃപ്തി വേണ്ട പൗലോസ് സാറിനും ആ കമ്മിറ്റിക്ക് എല്ലാവർക്കും. അവർ എനിക്ക് സാറിനെ എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോഴാണ് എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചത്. സാറ് വളരെ കമ്മിറ്റഡാണ്. ഇവിടെ കഥാനിക്ക് ഈ കമ്മിറ്റ്മെൻ്റ് എന്നുള്ള പുസ്തകത്തെ തലക്കെട്ട് കൊണ്ടുവന്നത് പൗലോസ് സാറൊക്കെ തന്നെയാണ്. പ്രതിബദ്ധതയുടെ പ്രതീകമെന്നും പറഞ്ഞ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ പേരിനെ ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. ഞാൻ അഭിമാനം കൊള്ളുന്നയാളാണ്. ഞാൻ ഒരു കമ്മിറ്റഡ് പേഴ്സണാണ്, സംശയമില്ലാത്ത കാര്യം. ഇത് എത്രയോ മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ കമ്മിറ്റഡാണ്. ഇപ്പം പ്രായം എനിക്കൊരു പ്രശ്നമെന്ന് എനിക്ക് തോന്നിയില്ല. ഇനിയൊരു ബാല്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. ആരാണ്ട് പ്രസംഗിക്കുന്നത് കേട്ടു, അച്ഛൻ ഇനിയും നല്ല കുഴമ്പൊക്കെ ഇട്ട് തടവി സുഖമായിട്ട് കഴിയണമെന്നൊക്കെ. നോൺസെൻസാണിത്. നമ്മൾ മരിക്കുന്നത് വരെ പണിയെടുക്കുക, അല്ല നമ്മൾ അതിനകത്ത് നോക്കേണ്ട കാര്യമില്ല. അവിടെ ഇപ്പോൾ എന്നോട് പാമ്പ്ലാനി പിതാവ് പിന്നെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്, ഇപ്പോഴത്തെ കൊച്ചച്ഛനല്ല നമ്മുടെ കോലാക്കുന്നിൽ അച്ഛൻ്റെ അസ്തേന്തിയായിട്ട് പണി ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ തയ്യാറായിരുന്നു. അത് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ചെയ്യേണ്ട വിധത്തിൽ നമ്മൾ ചെയ്യും. കാരണം ഇനി ഞാൻ തയ്യാറാണ്, എന്താണെന്ന് വേണ്ടില്ല. നമ്മുടെ ഈ ജീവൻ പോകുന്നത് വരെ ഞാൻ ഈ മദ്യനിരോധന സമിതിയുടെ ഒപ്പമുണ്ടായിരിക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കും. അപ്പം നിങ്ങളെല്ലാം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം അതിന് മടുക്കുന്ന പ്രശ്നത്തില്ല. അങ്ങനെ മടുപ്പ് വരുന്നത് ഒരിക്കലും ശരിയല്ല. നന്മ ചെയ്ത് മടുക്കാതിരിക്കണം നന്മ ചെയ്യുന്നവർ. അത് പൗലോസ് സാറ് കണ്ടില്ലേ, അത് അദ്ദേഹത്തെ എത്ര വയസ്സാണെന്ന് എനിക്കറിയത്തില്ല. കണ്ടാലും 10-40 വയസ്സിൻ്റെ ഓളേ ഉള്ളൂ കേട്ടോ പൗലോസ് സാറിന്. പിന്നെ ഷാജി സാറുണ്ട് ഇവിടെ. ഷാജി സാർ വളരെ എനർജറ്റിക്കാണ്. സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന ആശയങ്ങൾ സമ്പുഷ്ടമായ സമാഹാരം ഈ പുസ്തകത്തിനകത്തുണ്ട്. വളരെ ശ്രദ്ധാപൂർവം വായിക്കുകയാണെങ്കിൽ മദ്യം മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളെ സംബന്ധിച്ചും പുതിയ ആശയങ്ങൾ കിട്ടും. അതിന് യാതൊരു സംശയം വേണ്ട. അങ്ങനെ ആ പുസ്തകത്തിൽ സംവിധാനം പൗലോസ് സാറും ഷാജി സാറും നമ്മുടെ ജോസെറ്റ് മാത്യു സാറും അവർ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്.